முடிச்சவரே முடிச்சவரே ராஜன் சர்க்காரே ராஜன் சர்க்காரே ராஜிவச்சு புறத்து போகும் ராஜிவச்சு புறத்து போகும் மரியாமோ ട്വന്റി മെഡിക്കൽ സ്റ്റോർ അടച്ചുപൂട്ടിച്ചതിൽ പ്രതിഷേധം വ്യാപകം. പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും 80% വരെ വിലക്കുറവിൽ മരുന്ന് വിതരണം നടത്തിയിരുന്ന 2020 മെഡിക്കൽ സ്റ്റോർ പൂട്ടിച്ച CPM-ന്റെയും MLA ശ്രീനിജിന്റെയും മനുഷ്യത്വരഹിതമായ നടപടിക്കെതിരെ വ്യാപകമായ പ്രതിഷേധ ജ്വാല തെളിച്ചു. എറണാകുളം, ചാലക്കുടി ലോക്സഭാ നിയോജക മണ്ഡലങ്ങളിലെ നിരവധി കേന്ദ്രങ്ങളിൽ ജനങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചു. മരുന്ന് ഭക്ഷണത്തേക്കാൾ ആവശ്യമായ ഒരുപാട് പേർക്ക് പ്രയോജനകരമായിരുന്ന ഒരു സംരംഭമായിരുന്നു നമ്മുടെ മെഡിക്കൽ സ്റ്റോർ. ഇതിന് ആളുകളെ വിളറിപ്പിക്കാൻ കാരണം എപ്പോഴും ഇത് ഏതെങ്കിലും ഒരു കാലിന്റെയോ അല്ലെങ്കിൽ ഏതൊരു പ്രസ്ഥാനത്തിന്റെയോ ഏതെങ്കിലും ഒരു സംഘടനയുടെ ആളുകൾക്ക് മാത്രം കൊടുക്കുന്നു എന്നുള്ളതായിരുന്നു ആരോപണം. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ 2020 പാർട്ടി പ്രഖ്യാപിക്കുകയും ജനങ്ങൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയും ചെയ്ത കിഴക്കമ്പലത്തെ മെഡിക്കൽ സ്റ്റോർ അടച്ചുപൂട്ടിക്കുകയും മാധ്യമങ്ങളിലൂടെ തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കുകയും ചെയ്തതുവഴി വലിയ ജനവഞ്ചനയാണ് CPM-ഉം കുന്നത്തനാട് MLA ശ്രീനിജനും ചെയ്തിരിക്കുന്നത്. ജനങ്ങളുടെ ജീവനും ആരോഗ്യവും സ്വപ്നങ്ങളും വെച്ച് രാഷ്ട്രീയം കളിക്കുന്ന CPM-നെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്ന് 2020 പാർട്ടി പ്രസിഡന്റ് സാബു M. ജേക്കബ് പറഞ്ഞു. കിഴക്കമ്പലത്ത് താമരച്ചാൽ 2020 നഗറിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിൽ സ്ത്രീകളും കുട്ടികളുമടക്കം 100 കണക്കിന് 2020 പ്രവർത്തകർ അണിചേർന്നു. പ്രകടനം കിഴക്കമ്പലം ടൗൺ ചുറ്റി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. 2020 സംസ്ഥാന ഉപാധ്യക്ഷൻ ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. 2020 ചാരിറ്റബിൾ സൊസൈറ്റിയുടെ മെഡിക്കൽ ഷോപ്പ് അതും പൂട്ടിച്ച് കേവലം ജനങ്ങളെ വോട്ടുകൾക്ക് വേണ്ടി മാത്രം വിഭജിച്ച് മുന്നോട്ട് പോകുന്ന ഇവിടുത്തെ രാഷ്ട്രീയ കാട്ടാളന്മാരുടെ ഒറ്റക്കെട്ടായുള്ള പ്രചരണമാണ് ജനങ്ങളുടെ നെഞ്ചിൽ ജനങ്ങളുടെ കണ്ണിൽ മണ്ണ് വാരിക്കൊണ്ട് ഇവിടുത്തെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ മുടക്കാൻ നടക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആ പ്രസ്ഥാനങ്ങൾ നടത്തുന്ന ഇത്തരം വിട്ടിത്തരമായിട്ടുള്ള കാര്യങ്ങൾ അത് അവരെ തന്നെ തിരിഞ്ഞു കൊത്തും എന്ന് പറയാൻ ഞാൻ 2020 പാർട്ടി നേതാക്കളായ അഗസ്റ്റിൻ ആന്റണി, VS കുഞ്ഞുമുഹമ്മദ്, ബിജോയ് ഫിലിപ്പോസ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് വ്ളോഗിന് വേണ്ടി റിപ്പോർട്ടർ ഷാജൻ.